ഹായ് എവരി വൺ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇനി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ഉഴുന്നുവട അതും വെറും അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രണ്ടും കൂടിയിട്ട് അരച്ചെടുക്കാനാണ്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് ചോറ്. ഇവിടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറിൻ്റെ ബാക്കി ഞാൻ അളന്ന് വെച്ചിട്ടുള്ളതാണ്. കറക്റ്റ് മെഷറിംഗ് കപ്പ് യൂസ് ചെയ്തിട്ട് 2 കപ്പ് അളന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ 1/3 കപ്പ് നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് അരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെ ഞങ്ങളുടെ വീട്ടിൽ നെല്ല് കുത്തരിയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റേ വേറെ ഏത് പൊന്നിയാണ് എന്ത് അരിയാണെങ്കിലും കുഴപ്പമില്ല. കറക്റ്റ് അളവെടുത്തോളാം. അപ്പോൾ നമ്മൾ 2 കപ്പ് അരി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 1/3 കപ്പ് നല്ല പുളിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ നന്നായി അരച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് നോക്കാം. അപ്പം നമ്മളുടെ ചോറും തൈരും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ വരാൻ. നല്ല വെള്ളം പോലെ ആവും വേണ്ട, എന്നാൽ വെച്ചാൽ നല്ല കട്ടും പാടില്ല. ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഞാനിവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ചോറും തൈരും കൂടിയിട്ടുള്ള മിക്സ്ചർ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഉഴുന്നുവടയിലേക്ക് ആവശ്യമുള്ള കുറച്ച് സവാള, പച്ചമുളക് സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സവാള ഇട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ സവാള ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇത് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. ഇവിടെ ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു പോർഷൻ നമ്മളെപ്പോഴും കളയണം കേട്ടോ. ഫുഡിൽ നമ്മൾ ഒരുവിധം ചേർക്കാറില്ല. അപ്പോൾ കളഞ്ഞിട്ട് വേണം നമ്മൾ സവാള ചേർക്കാൻ. പിന്നെ സവാള അരിയുമ്പോൾ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കോമൺ ആണല്ലോ. അപ്പോൾ അതില്ലാണ്ടാക്കാൻ നമ്മൾ സവാള തൊലി കളഞ്ഞതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് വെക്കാൻ നേരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കറിയൊക്കെ വേണം. പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാള കംപ്ലീറ്റ് അരിഞ്ഞു കഴിഞ്ഞു. ഒരു സവാളനെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് അരിയാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പച്ചമുളക് അരിയണം. അപ്പോൾ ഇവിടെ ഞാൻ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കാം ചെറുതായിട്ട്. പച്ചമുളകിൻ്റെ എരിവൊന്നും പറ്റാത്ത ആളുകളുണ്ടാവും ചില ആൾക്കാർ. അപ്പോൾ അവരൊക്കെ പച്ചമുളക് അരിയുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇട്ട് കൊടുക്കുക. അതുപോലെ വിരലിൽ ഇട്ട് കൊടുക്കാൻ കഴിയുന്ന കുറേ കവേഴ്സ് ഉണ്ട്, അതൊക്കെ ഇടുക. സവാള അരിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ പച്ചമുളക് മാക്സിമം ഒഴിവാക്കുക. അപ്പം നമ്മളിവിടെ 3 പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഇഞ്ചിയാണ് അരിയണത്. ഇഞ്ചി ഇതേപോലെ അങ്ങനെ നീളന അരിഞ്ഞിട്ട് ചെറിയ പീസസ് ആക്കി കൊടുക്കാം. നന്നായി ചെറുതാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇഞ്ചി ഇഷ്ടമില്ലാത്തവർ
ഇടണമെന്നില്ല. പക്ഷേ ഇഞ്ചിയും അതുപോലെ പച്ചമുളകും സവാള ഇട്ട് കൊടുത്താലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ നീളനെ അരിഞ്ഞിട്ട് ഇനി ഇതൊന്നും ഇങ്ങനെ ക്രോസ് ചെയ്ത് അരിഞ്ഞ് കൊടുക്കുക, ചെറുതാക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഇഞ്ചി അരിഞ്ഞു കഴിഞ്ഞു. അതേപോലെ ഇഞ്ചി അരിഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില, ഇവിടെ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ മല്ലിയില നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരുവിധം എല്ലാത്തിലും മല്ലിയില കുറച്ച് കൂടുതൽ ഇടാറുണ്ട്. അപ്പോൾ മല്ലിയില കുറച്ചുള്ളൂ വീട്ടിൽ, അതുകൊണ്ട് കുറച്ച് ഇടണുള്ളൂ കേട്ടോ. മല്ലിയില ഇട്ടാൽ നല്ലൊരു സ്മെല്ലാണ് എല്ലാത്തിനും. അപ്പോൾ നമ്മൾ മല്ലിയില അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ടോട്ടൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും അതുപോലെ ഇഞ്ചി, മല്ലിയില, പിന്നെ എക്സ്ട്രാ ഉള്ളത് കറിവേപ്പില. ഇത് നമ്മൾ വെറുതെ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് അതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം മിക്സറും കൂടിയിട്ട് നമുക്ക് നമ്മുടെ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് നമ്മൾ കട്ട് ചെയ്തല്ലോ, അത് ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. അടുത്തതായിട്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് 3 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ കുറച്ച് മധുരം ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ, കൂടുതൽ എരിവ് വരണ്ട വിചാരിച്ചിട്ട്. നെക്സ്റ്റ് കുറച്ച് മല്ലിയില, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പില അതേപോലെ കൈ കൊണ്ടൊന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിട്ട് കൊടുക്കുന്ന ഉപ്പ് കൂടി പോകാനും പാടില്ല, എന്ന് വെച്ചാൽ കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ അളവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇതേപോലെയാണ് കായപ്പൊടി വാങ്ങി വെക്കാറ്, അപ്പോൾ ഇത് ഞാൻ അല്പം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതൊക്കെ കൂട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇവിടെ ഞാനിത് ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് മണികളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഉഴുന്നുവട കടിക്കുമ്പോൾ അങ്ങനെ ആ കുരുമുളക് ഇങ്ങനെ കടിക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ കറക്റ്റ് ഒന്നിങ്ങനെ കുഴച്ച് ഒരു ഉഴുന്നുവടയുടെ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ ഒരു മുരുമുരി വരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹാർഡായി പോവുള്ളൂ. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയി. നെക്സ്റ്റ് നമുക്ക് ഈ ഉഴുന്നുവട ഷേപ്പാക്കിയിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കയ്യിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പുരട്ടി കൊടുക്കുക. അതിന് ശേഷം അല്പം മാവ് എടുത്തിട്ട് നമ്മൾ ഉഴുന്നുവടയുടെ ആ ഷേപ്പിലാക്കി കൊടുക്കുക, വട്ടത്തിൽ. ദെൻ നടുവിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ കൂടുതൽ വാട്ടറി പോലെ അല്ല, എന്നുവെച്ചാൽ നല്ല ഹാർഡല്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് പാകമാണ്. അപ്പോൾ നമ്മൾ തൈരൊക്കെ ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക. കൂടുതൽ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവുള്ളൂ. അപ്പോൾ നമുക്കിത് ഇതേപോലെ ആക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഉഴുന്നുവട പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഉഴുന്നുവട മുങ്ങി പൊരിയാനുള്ള പാകത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തോളൂ. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഷേപ്പാക്കിയിട്ടുള്ള ഉഴുന്നുവട ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്നുവട നമുക്ക് മറ്റുള്ള സ്നാക്സിൻ്റെ പോലെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് വെക്കാനൊന്നും പറ്റില്ല. അത് അപ്പം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഷേപ്പാക്കിയിട്ടുള്ള ഉഴുന്നുവട നമ്മൾ തിളച്ചിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഒരു ഭാഗം നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മറ്റേ ഭാഗം മറിച്ചിടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം ഇട്ടതൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ ലാസ്റ്റ് ഇട്ടിട്ടുള്ളതാണ്, അതൊന്നും മുരിഞ്ഞിട്ടില്ല. ഇപ്പം നല്ല മഴയുള്ള സീസൺ ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പൊരിച്ചിട്ട് പെട്ടെന്ന് കഴിക്കാനൊക്കെ തോന്നുമല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാൻ ഈ ഉഴുന്നുവട. ഇതൊന്നും മുരിഞ്ഞിട്ടില്ല തോന്നുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ വേപ്പിൻ്റെ അല്ലേ, അതുപോലെ ഇഞ്ചി അതൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നല്ലൊരു സ്മെല്ല് വരുന്നത്. അത് നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഉഴുന്നുവട എടുക്കാൻ സമയമായി. അപ്പോൾ അതിങ്ങനെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ആയി വരുന്നുള്ളൂ. നല്ല ഹൈ ഫ്ലെയിമിൽ വേണ്ട വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം, ഒരിക്കലും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. അങ്ങനെ നമ്മൾ ടോട്ടൽ 10 ഉഴുന്നുവടയാണ് ഈ ഒരു അളവ് വെച്ചിട്ടുണ്ടാക്കിയത്. അതിൽ 2 എണ്ണം പൊട്ടിപ്പോയി. ഉണ്ടാക്കുമ്പോൾ എന്താണോ നല്ല മാവ് പ്രസ്സാക്കി കൊടുക്കാതെ തോന്നുന്നു, അത് പെട്ടെന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഉഴുന്നുവട എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയാണ്, നമ്മളുടെ മറ്റുള്ള ഉഴുന്നുവടയുടെ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഈ മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും. ഞാനിത് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് ഉഴുന്നോ അതുപോലെ അരി വെള്ളത്തിലിടാൻ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ അയച്ചു തന്നാൽ ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.